ടൈം കുറവാണ്, അതുകൊണ്ട് ഓക്കെ. ഇഷ്ടം പോലെ നമ്മൾ പഴയ മമ്മൂക്കാനെ കാണിച്ചാലോ അല്ലേ? ഈ പണ്ടത്തെ ഇത് അങ്ങാടിക്കപ്പുറത്ത് എന്ന സിനിമയിൽ പാട്ടുണ്ട്, ഉണ്ണിമേനോൻ ചേട്ടൻ പാടിയാണ്, അപാര പാട്ടാണ്. മമ്മൂക്ക ഈ കാലഘട്ടത്തിൽ വളരെ കുറവാണെങ്കിൽ ഇപ്പോൾ അടുത്ത് വെന്നീസിലെ വ്യാപാരി എന്ന ചിത്രത്തിലൂടെയൊക്കെ മമ്മൂക്ക ഈ കാലഘട്ടത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? ആ പാട്ടൊക്കെ ഒന്ന് കേൾക്കാം, പക്ഷെ നിങ്ങൾ ആരും കേൾക്കാത്ത പാട്ടുകളാണ്. ഓക്കെ. അല്ലേ? ചിത്ര ചേച്ചിയും ദാസേട്ടനും ഒക്കെ രവീന്ദ്ര മാഷുള്ള കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. ഒരുപാട് പാട്ടുകളുണ്ട്, അവർക്ക് വേണ്ടി നല്ലൊരു കയറി വെച്ചാൽ കേട്ടോ. ഓക്കെ. ഇതാരാണെന്ന് ചോദിച്ചാൽ ഒരു അസ്വീകാരമില്ല, കുടുംബസമിതി എന്ത് കാണാം, ഇഷ്ടം പോലെ ഉണ്ട്. ജയന് ശേഷം ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി കേട്ടോ, അമേരിക്കയിലൊക്കെ പോയി കേട്ടോ, 10-18 രാജ്യത്ത് പോയി. നമുക്ക് അനുഭവം ഞാൻ കാണിച്ചു, ഞാൻ വെറുതെ പറയുന്നില്ല, സത്യം. ജയരാജേട്ടാ ഇപ്പം ഇന്ത്യയിൽ കുറേ സ്ഥലത്ത് പോയി, ദൂരോട്ടൊക്കെ പോകാനുള്ള ഭാഗ്യം ലഭിച്ചു. നമുക്ക് എനിക്ക് ചാൻസ് തന്നു പുത്തൻ പണം എന്ന സിനിമയൊക്കെ. അപ്പോൾ ഒരുപാട് അവസരം വാങ്ങിക്കൊടുക്കുന്ന ഒരു മഹാനായ നടനാണ് നമുക്ക് മഹാഭാഗ്യം കൈവരിച്ചത്. ഇതാരാണെന്ന് ചോദിച്ചാൽ ജയന് ശേഷം അത് കാണിക്കാൻ നിൽക്കില്ല. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ തലമുറയോട് പറയണം, ജയന് ശേഷം ആര്യ ചോദ്യത്തിന് ഉത്തരമായി 2 നടന്മാർ മലയാള സിനിമയിലേക്ക് കയറി. അതൊന്നും നിങ്ങൾ എല്ലാവരും കയറുന്ന പോലെ ഭീമറ്റൊക്കെയാണെങ്കിൽ, മറ്റൊന്ന് തുഷാരം എന്ന ചിത്രത്തിലൂടെ കടന്നു വന്ന ആ പൗരുഷത്തിന്റെ പ്രതീകമായ രതീഷ് എന്ന് പറയുന്നത്. ആ ചേട്ടന് വേണ്ടി നല്ലൊരു കൈയടിച്ച്. ഇത്ര നാട്ടിലെ ഞാൻ ഷോയ്ക്ക് പോയപ്പോൾ ഇത്ര മക്കളെൻ്റെ വന്നത് നിങ്ങളെല്ലാവരെയും കാണിച്ചു, എൻ്റെ അച്ഛൻ നിങ്ങൾ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാനിത് ചെയ്തപ്പോൾ ഏഷ്യാനെറ്റിൽ കൽപ്പറ്റിച്ചിട്ട് നിന്ന് കൈയടിച്ചിരുന്ന ഒരു ഐറ്റംസ് ആയിരുന്നു. നേരിട്ട് കാണിക്കാനൊക്കെ അദ്ദേഹത്തിന് കാണിക്കുമ്പോഴും ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ കുഞ്ചാക്കോ ബോബനെ പോലെ മറ്റൊരു നായകനുണ്ട്, ചോക്ലേറ്റ് നായകൻ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് എന്നാലും പറയാനും എനിക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല, രവികുമാർ എന്ന് പറയുന്നത് അല്ലേ? രവികുമാരേട്ടൻ്റെ മുടിയൊക്കെ പ്രത്യേക സ്റ്റൈലാണ്. കുട്ടുകൈ കയ്യിൽ വൃത്തിയൊക്കെ പിന്നെ മിമിക്രി ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. ഇതാണ് ദ്വാപരയുഗത്തിന് ശേഷമാണത്രേ കലിയുഗമെന്ന കറുത്ത യുഗം ആരംഭിച്ചത്. സർവ്വദേവീദേവന്മാർക്കും ശക്തി ചൈതന്യം കുറയുമത്രേ കലിയുഗത്തിൽ. എന്നാൽ സൃഷ്ടാവിന് പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ടതുണ്ടല്ലോ. അതിൻ പ്രകാരം ഓരോ യുഗങ്ങളിലും മണ്ണിലെ സമസ്ത ജീവജാലങ്ങളുടെ രക്ഷാർത്ഥം ഒരു അവതാരപ്പിറവി ഉണ്ടാവുകയും ചെയ്യും. ആ അവതാരശക്തിയാണ് അതാത് യുഗത്തിലെ ഈശ്വരൻ. കാലകാലനായ ശ്രീ പരമേശ്വരനും ദേവി മഹാമായയും സംഗമിച്ച് ഈ പ്രപഞ്ച നന്മയ്ക്കായി വരമായി നൽകിയ ഒരു
ഞാന് ചെറുതായിട്ടാണെങ്കിലും കറുത്തൊരു ശരീരമാണെങ്കിലും എന്നെ നോക്കിയവരാരും ബുദ്ധിമല്ലേ അല്ലേ? ഉള്ളിലും തുരുമ്പിലും ഉണ്ട് ഞാൻ. ജോസ് മറന്നുപോയോ? ജോസിനെ പണ്ടത്തെ ചോക്ലേറ്റ് നായകൻ തന്നെയാണ്. ജോസിന്റെ പ്രത്യേക മുടിയൊക്കെ ആയിരുന്നു. നമ്മളൊക്കെ മൈക്ക് പിടിച്ചിരിക്കാനില്ല പാട്ട്. മൈക്കും ജോസായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാം. ജോസേട്ടന് അറിയുന്ന ഒരു കാര്യമില്ല, വെറൈറ്റി അല്ലേ? തിരിച്ചോട്ടെ. പ്രശസ്ത സംവിധായകനായ IV ശശിയുടെ സിനിമകളിൽ ഉപനായക വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധേയനായതോടെ മലയാള സിനിമയിൽ ഒഴിവാക്കാൻ പറ്റാത്ത നിരവധി കഥാപാത്രങ്ങൾ ജോസ് എന്ന നടനെ തേടിയെത്തി. വൃത്തിയുടെ കാര്യത്തിൽ ജോസിനെ വെല്ലാൻ മലയാളത്തിൽ മറ്റൊരു നടനുണ്ടായിരുന്നില്ല. അലക്കി തേച്ച ഷർട്ടും ബെൽബോട്ടും പാൻറ്റും, ഷർട്ടിനും പാൻറ്റിനും കുറുകെയുള്ള ഒരു ബെൽറ്റും, ചെവിയെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഹെയർ സ്റ്റൈൽ ജോസിന്റെ പ്രത്യേകതയായിരുന്നു. ചെകുത്താന് കുരിശ് എന്ന രീതിയിലായിരുന്നു ജോസിന് മൈക്ക്. മൈക്ക് ജോസിനെ വെച്ചാണോ ജോസ് മൈക്ക് വെച്ചാണോ പാടുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഇതാ ഒരു ജോസ് മൈക്ക് പ്രകടനം. ചേട്ടാ കോട്ട് വരും, കോട്ട്. അതേപോലെ തന്നെ മറ്റൊരു നടനുണ്ട്. അവിടെ ഒരു കോട്ടുണ്ടല്ലോ, ആ കോട്ട് എടുക്കാൻ പോയ ചേട്ടൻ കയ്യിൽ എടുത്താട്ടെ മറന്നു എനിക്ക് പണ്ടത്തെ നമുക്കൊന്നും ഇപ്പം അടുത്ത് മരിച്ചു പോയി പ്രതാപ് പോത്തെ അല്ലേ? ഇതുണ്ടേ അല്ലേ? പ്രതാപ് പോത്തെ നല്ലൊരു നടനായിരുന്നു. നമ്മളെ എന്താ പറയുക തകരാണ് സിനിമയൊക്കെ നമ്മൾ കാണാറ്. അദ്ദേഹത്തിന് ആ കോട്ട് എന്ന് പറഞ്ഞ സാധനം തന്നെ കയ്യിൽ ഇത് നല്ലൊരു പാട്ടുണ്ട്. എന്താ പറയുക സിനിമ ഓർമ്മയില്ല. ആകാശഗംഗൈ വന്നതിലും ആ പാട്ട് പറയും. നമുക്ക് നോക്കാം. ആ പണ്ടത്തെ ആ പ്രതാപ് പോത്തെ. ഓക്കെ. കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുണ്ട്. അതൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ്. പിന്നീടാണ് മനസ്സിലാക്കിയത് പാടി അഭിനയിച്ചാൽ മാത്രം പോരാ, ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസ് കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തതെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നിരുന്നത് അത് ആരാണ്? രവീന്ദ്രൻ്റെ ഇഷ്ടമായിരുന്നു. എല്ലാവരും മുഖ്യാട്ടതാ മുഖ്യ കയ്യേറ്റു പാവ ഇതൊരു വായിക്കൊരു പ്രത്യേകത ഇളന്തേകൻ്റെ കൊപ്പന വയ്യ ഇങ്ങനെ ഉണ്ടാക്കുക. രവീന്ദ്രൻ അറിയുന്ന ഒരു കയ്യേരിക്കും അറിയാത്തവരൊക്കെ ഒന്നും പറയാതെ മുഖ്യ വെച്ചതാണ്. കഴിഞ്ഞ വർഷം മലപ്പുറത്തായി. മലപ്പുറത്ത് രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്യേറി. ഞാൻ വിചാരിച്ചത് രവീന്ദ്രൻ ഇത്തിരി ആരാധകന്മാർ മലപ്പുറത്ത് നോക്കുമോ ഈ പച്ച കെട്ടി കെട്ടിയിട്ട് കയ്യേറ്റതാ. ഇത് മമ്മൂട്ടിയോ പക്ഷെ ഇതേപോലെ തന്നെ സത്യമാഷ് കൂളായിട്ട് ഒറ്റ വർത്താൻ അമ്മേ വെള്ളം. അപ്പോഴാണ് സത്യമാഷക്ക് പകരം വെക്കാൻ മലയാളത്തിലെ മറ്റാരും ആ കോട്ടുമായി വന്ന സഹോദരന്റെ കയ്യിലേക്ക്. ഇനി നമ്മളെ ചിത്രത്തിൽ അല്ലേ ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യം, സാർ ഞാൻ സ്റ്റാർ മാജിക്കൊക്കെ ചെയ്തിരുന്നു, ചേർച്ച ചിച്ചൊക്കെയായിട്ട് ചെയ്തിരുന്ന ചോദ്യമുണ്ട്. സാർ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട്
ചേട്ടാ ഒരു പൊതിച്ചു ചേട്ടാ അതല്ലോ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച സാർ ഇത് കൃത്യമൊന്നുമില്ല ഒരുപാട് സംഭവം ചെയ്യാനുണ്ട്. ജീവിക്കണം എന്നൊരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കാൻ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പറ്റില്ലേ? സാറില്ല ഇപ്പോഴുള്ള സാറില്ല അതുപോലെ തന്നെ അടുത്ത് ഇതിരവട്ടത്തിൽ ഷോ ഉണ്ടായിരുന്നു. അത് ചെയ്തൊരു സാധനം താളവട്ടത്തിൽ ഐ ലവ് യു അരിത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അരിത ഐ ലവ് യു ചേട്ടാ വളരെ ഓപ്പറേറ്റർ നല്ല ഗൈഡ് അരിത ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആകാശത്ത് കൊടുക്കുവാനെ കണ്ണൂരിൽ ആകാശത്തൊക്കെ നല്ല ഗൈഡ് ചെയ്യും. അവൻ നല്ലൊരു മ്യൂസിക് ഓക്കെ ഓക്കെ ഇതൊരു അധ്യാപകനും കൂടെ നല്ല ഗൈഡുണ്ട് കേട്ടോ. അതുമാത്രമല്ല ഇപ്പം കാണാൻ നല്ല സുന്ദരിയാണ് കേട്ടോ. പക്ഷെ നേരത്തെയാണ് ഒരു കാട്ടുവാക്കാനോട്ടെ. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ അല്ലേ തെറ്റിപ്പോക്ക് സാധാരണ ആ തെറ്റിപ്പോയതിന് ഒരു കൈയടി കൊടുക്ക്. കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ എന്ന പരിപാടിയാണ്. ഒരുപാട് സന്തോഷം. സാഗർ സൗണ്ടിന് ചേട്ടാ നിങ്ങളാണ് ഇവിടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ആക്കുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ ബാലങ്കേന്നൊക്കെ ആക്കാം. ഓക്കെ നല്ലൊരു കൈ കൊടുത്തല്ലേ ഉഷാറായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഏറ്റവും പേടി സൗണ്ടായിരുന്നു. ഇത് സൂപ്പറായിരുന്നു സൗണ്ട്. ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു മതക്കാരൻ പ്രസംഗിക്കുമ്പോൾ മറ്റൊരു മതക്കാരൻ ഇഷ്ടപ്പെടുക, ഒരു രാഷ്ട്രീയക്കാരൻ പ്രസംഗിക്കുമ്പോൾ മറ്റൊരു രാഷ്ട്രീയക്കാരൻ ഇഷ്ടപ്പെടുക. ലോകത്ത് മനുഷ്യരെല്ലാം ഒരമ്മ വിട്ട മക്കളെ പോലെ കാണുന്നൊരു സാധനം ഉണ്ടെങ്കിൽ അത് കല മാത്രമാണ്. കലയെ പ്രോത്സാഹിപ്പിക്കുക. അടുത്തവിടെ നല്ല ഗാനങ്ങളുടെ ഗസലൊക്കെ ഉണ്ട്. എല്ലാവരെയും നന്നോളം പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ. നന്ദി, നമസ്കാരം.